ഹലോ, നമസ്കാരം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, വയനാട്ടിലെ ദുരന്തം അല്ലേ. ആ ഉരുൾപൊട്ടൽ ഇപ്പോഴും നമ്മളെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഈ ലോകത്തുള്ള എല്ലാവരുടെ മനസ്സിലും ആ ഉരുൾപൊട്ടലാണ് അല്ലേ. അത് വാർത്തയിൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങളാണ്. നമുക്ക് അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് ആ അനുഭവം ഉണ്ടായത് എത്ര വേദനകളായിരിക്കും അല്ലേ. ഒരുപാട് വീടുകൾ തകർന്നു പോയി, സ്വത്ത് പോയി, എല്ലാം പോയി. അതെല്ലാം നമുക്ക് പഠിച്ച തമ്പുരാൻ തരികയാണെന്നുണ്ടെങ്കിൽ, നാളെ പിറ്റേന്ന് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും എന്ന് വിചാരിക്കാം. പക്ഷെ മാതാപിതാക്കള്, സഹോദരിമാര്, സഹോദരന്മാര്, അവരൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുമോ? പിഞ്ചു മക്കള് അല്ലേ, ഒന്നും തിരിച്ചു കിട്ടാത്തൊരു പോക്കാണ് പോയത്. അത്രയും സങ്കടമാണ് നമുക്കുള്ളത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സഹായങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണം അല്ലേ. നമ്മൾ ഒരുപാട് ആൾക്കാർ റീൽസ് ചെയ്യുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർ കേട്ടോ, അധികം ആൾക്കാരുണ്ടല്ല, ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം റീൽസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തിന് വേണ്ടി, നമ്മൾ ഒരു മറ്റുള്ള കാര്യം, സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീൽസ് ചെയ്യുന്നത്. ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ ഒരു സങ്കടങ്ങളും ഇല്ലാന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സങ്കടമുണ്ട്. എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ചെയ്തത് പറയല്ല,